എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം, അതിൻ്റെ ശക്തി, അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കുന്നില്ല. വചനത്തിൻ്റെ ശക്തി എത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, വചനം നമ്മളിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു, വചനം വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമുണ്ടാകുമോ, ഈ കാര്യങ്ങളെക്കുറിച്ച് വചനത്തിലൂടെ തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം തിരുവചനം, അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് ഈ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നത്, ദൈവവചനം പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കർത്താവുണ്ട്, യേശു അവിടെ ജീവിക്കുന്നു. പ്രസംഗിക്കപ്പെടുന്ന വചനം അടയാളങ്ങൾ കൊണ്ട് കർത്താവ് സ്ഥിരീകരിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതങ്ങളുണ്ട്, രോഗശാന്തിയുണ്ട്, വിടുതലുകളുണ്ട്. വിശ്വസിക്കുക, അത്രയും പവർഫുള്ളാണ് ദൈവത്തിൻ്റെ വചനം. വചനം പറയുന്നു, ഹെബ്രായരുടെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. മറ്റാരുടെയെങ്കിലും വാക്കുകളാൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ സുഖപ്പെടുത്താൻ പറ്റിയ ദിവ്യ ഔഷധമാണ് കർത്താവിൻ്റെ വചനം. കാരണം വചനം അഗ്നിയാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് മറ്റുള്ളവരിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന ദുഷ്ടവാക്കുകളെ ദഹിപ്പിച്ചു കളയുന്നു. നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കുന്നു. ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന 2 സംഭവങ്ങളുണ്ട്. ഞാനൊരു വിവാഹത്തിൽ പങ്കെടുക്കാനായി കടന്നു ചെന്നപ്പോൾ പെൺകുട്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. എന്നെ കണ്ടപ്പോൾ ആ വീട്ടുകാർ ആ പ്രാർത്ഥന ചൊല്ലുന്നതിനായി എന്നെ ക്ഷണിച്ചു. സന്തോഷത്തോടെ ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തിരുവചനം കൂടി വായിക്കാമെന്ന് ഞാൻ കരുതി. അവരോട് വിശുദ്ധ ബൈബിൾ ഞാൻ ചോദിച്ചു. ആ വീട് മുഴുവൻ ബൈബിൾ അവർ അന്വേഷിച്ചു, കണ്ടെത്താനായില്ല. വിഷമത്തോടെ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ അവരുടെ ഷെൽഫിൻ്റെ മുകളിലേക്ക് പോയി. പൊടി പിടിച്ച് ചെലന്തി വലകൾ കൊണ്ട് മൂടിയ എന്തോ ഒരു തടിച്ച പുസ്തകം ഷെൽഫിൻ്റെ മുകളിലിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പുസ്തകം എടുക്കാനായി ഞാൻ അവരോട് പറഞ്ഞു. എനിക്ക് നല്ല സങ്കടം തോന്നി. പൊടി പിടിച്ച് ചെലന്തി വല മൂടിയ വിശുദ്ധ ബൈബിളായിരുന്നു ആ പുസ്തകം. ഇന്ന് പല വീടുകളിലും വിശുദ്ധ ബൈബിളിൻ്റെ സ്ഥിതി. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതം മൂടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കാതെ, തുറക്കാതെ അടച്ചു വച്ചിരിക്കുന്ന പൊടി പിടിച്ച ഒരു ബൈബിൾ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങൾ എപ്പോൾ ബൈബിൾ തുറക്കുന്നുവോ അപ്പോൾ നിങ്ങളുടെ ജീവിതവും തുറക്കപ്പെടും. ബൈബിൾ അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, അടഞ്ഞിരിക്കുന്ന ബൈബിളുകൾ തുറക്കൂ, നിങ്ങളുടെ ജീവിതം ഒരത്ഭുതമാക്കി മാറ്റൂ. വിശുദ്ധ ബൈബിളിൽ എഴുതാത്തതായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സർവ്വ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വചനം യേശുവാണ്. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനം പറയുന്നു, സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്ത് ഇരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും അവൻ്റെ മിഴികൾ തീനാളം പോലെ, ശിരസിൽ അനേകം കിരീടങ്ങൾ. അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു. അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. തുടർന്നുള്ള വചനം പറയുന്നു,
സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ളക്കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. സർവ്വജനതകളുടെയും മേൽ അത് പതിക്കും. ഇരുമ്പ് ദണ്ഡുകൊണ്ട് അവനെ ഭരിക്കും. സർവശക്തനായ ദൈവത്തിൻ്റെ ഉഗ്രക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് അവൻ ചവിട്ടുകയും ചെയ്യും. അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. ഈ തിരുവചനം ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ തിരുവചനം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവവചനം എന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ ആ ദൈവവചനം യേശുവാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരീകരിക്കാൻ വേണ്ടി ഈ വചനം നിങ്ങൾ സ്വീകരിക്കണം. കർത്താവായ യേശുവിൻ്റെ കൂടെ നിത്യവും വാഴുവാൻ ഈ ലോകത്തിൽ എഴുതപ്പെട്ട ഏക പുസ്തകം അത് വിശുദ്ധ ബൈബിളാണ്. നമുക്ക് അധികാരവും അവകാശവും പ്രത്യാശയും നൽകുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് നാം വിശ്വസിക്കണം. ബൈബിളിൻ്റെ ആരംഭവും അവസാനവും വളരെ മനോഹരമായ രീതിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭത്തിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും വിശുദ്ധ ബൈബിളിൻ്റെ അവസാനത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് മനോഹരമായി പ്രതിപാദിച്ചിരിക്കുന്നു. യേശു വീണ്ടും വരുമെന്ന് ബൈബിൾ പറയുന്നു. ദൈവവചനം കണ്ണാടിയാണെന്ന് വചനം പറയുന്നു. 1 കൊറിന്തോസ് 13-12 തിരുവചനം, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. എന്താണ് വചനത്തെ കണ്ണാടിയോട് ഉപമിച്ചത്? കണ്ണാടി ചെയ്യുന്നത്, ഞാൻ കണ്ണാടിയിൽ നോക്കിയാൽ കണ്ണാടി എന്നെ കാണിച്ചു തരുന്നു, അതിലൂടെ കണ്ണാടി എന്നെ കറക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ദൈവവചനം കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കാത്തവർ, വിശുദ്ധ ബൈബിൾ തുറക്കാത്തവർ, ബൈബിൾ വായിക്കാത്തവർ ഒരിക്കലും അവരുടെ ജീവിതം കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല, അവർ ക്രമീകരിക്കപ്പെടുന്നില്ല. ഞാൻ ഉറപ്പായി പറയുന്നു, ദൈവവചനമാകുന്ന കണ്ണാടി എല്ലാ ദിവസവും നോക്കുന്നവർ, അതിൽ ശ്രദ്ധിക്കുന്നവർ, അത് നോക്കി ജീവിതത്തെ ക്രമീകരിക്കുന്നവരിൽ ഒരു കൃത്യമായ ഓർഡർ അവരുടെ ജീവിതത്തിലുണ്ടാകും. ഒരു ധ്യാനമുണ്ടെന്ന് കേൾക്കുമ്പോൾ ജനക്കൂട്ടം അങ്ങോട്ട് ഓടിക്കൂടുന്നു. എന്തിനു വേണ്ടിയാണ്? അവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനത്തിൻ്റെ ശക്തിയിൽ നിന്ന് രോഗസൗഖ്യം നേടാനും അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വീകരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിറയാനും തന്നെ. ദൈവം വിശ്വസ്തനാണ്. ഈ വിശ്വസ്തനായ ദൈവം നൽകപ്പെട്ട വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുന്നു. ദൈവവചനത്തിലൂടെ യേശുവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ഈ വചനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു. വചനം വിശ്വസിച്ചാൽ നിങ്ങളുടെ സകല വിഷയത്തിന്മേലും ദൈവം പരിഹാരം നൽകും. നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന മേഖലകളിൽ ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നാം അവഗണിച്ച് കളയുന്നവരാകരുത്. നാം അതിനെ തിരിച്ചറിയുന്നവർ ആകണം. ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. എല്ലാ കാര്യത്തിനും ദൈവത്തിൻ്റെ കയ്യിൽ ഓപ്ഷൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നാം ദൈവത്തിൽ ശരണപ്പെടണം. ദൈവമാണ് സർവസ്വവും. ദൈവവചനമാകുന്ന പരിചയമെടുത്താൽ നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം കയ്പുള്ളതാണെങ്കിൽ അതിനെ മധുരമാക്കാൻ കർത്താവിന് കഴിയും. വിശ്വസിക്കുക. ആമേൻ. മുന്നോട്ട് പോകാൻ പറ്റാതെ അന്തം വിട്ട് ചെങ്കടലിൻ്റെ മുന്നിൽ നിന്നാൽ ചെങ്കടൽ പൊളിച്ച് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും വഴികൾ തുറക്കാനുമുള്ള പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. പ്രിയരെ, ഈ ദൈവത്തിൻ്റെ വചനം എത്രയോ കുടുംബങ്ങളെ വിടുവിച്ചു, എത്രയോ ആത്മാക്കളെ രക്ഷിച്ചു, എത്രയോ പാപികളെ മോചിപ്പിച്ചു.
എത്രയോ രോഗികളെ സൗഖ്യമാക്കി, എത്രയോ ശാപഗ്രസ്തരെ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. ഇന്നും ഈ പുസ്തകത്തെ എടുത്തുയർത്തി പറയാൻ കഴിയുമോ? ഈ പുസ്തകം കയ്യിലെടുത്തവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ പുസ്തകം ചുമന്നവരെ ദൈവം ചുമന്നിട്ടുണ്ട്. പുസ്തകത്തെ മാനിച്ചവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തെ ചങ്കോട് ചേർത്ത് വെച്ചവരെ സ്വർഗത്തിലെ ദൈവം അവരെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിച്ച് ഉറപ്പോടെ നിൽക്കുവിൻ. നിങ്ങളിലുള്ള അവിശ്വാസം നിമിത്തം നിങ്ങളിലുള്ള എത്ര നന്മകൾ നഷ്ടമാകുന്നു എന്ന് തിരിച്ചറിയുവിൻ. നിങ്ങളുടെ സാക്ഷ്യം അഥവാ ഏറ്റുപറച്ചിലുകൾ, നിങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം എത്രയോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിയുവിൻ. ഏതൊരു ശുശ്രൂഷയായാലും ആ ശുശ്രൂഷയിൽ സൗഖ്യമായവർ എല്ലാം തന്നെ യേശു സൗഖ്യമാക്കിയവരാണ്. വിടുതൽ കിട്ടിയവർ എല്ലാം തന്നെ യേശു വിടുതൽ കൊടുത്തവരാണ്. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ വിശ്വാസം വർദ്ധിക്കുന്നു. വചനം പറയുന്നു, ഹെബ്രായർ 11:1, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. മൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്ന് ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. നമ്മെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. വിശ്വസിക്കുക. നിന്റെ ജീവിതത്തെ, നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവവചനം നിന്റെ ജീവിതത്തെ, നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. വചനം കേൾക്കുന്നവരിൽ സൗഖ്യമുണ്ടാകത്തില്ലെങ്കിൽ 107 സങ്കീർത്തനം 20 ഇങ്ങനെ പറയത്തില്ല, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിൻ്റെ വചനത്തിന് നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിയും. നിന്റെ പാപങ്ങളെ കഴുകിക്കളയാൻ കഴിയും. നിന്റെ രോഗത്തെ തുടച്ചു മാറ്റാൻ കഴിയും. ശാപങ്ങളെ വിടുവിക്കാൻ കഴിയും. പൈശാചിക പീഡകളെ അകറ്റി നിർത്താൻ കഴിയും. എത്ര വലിയ പാപിയെയും വിശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം 15:3 പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, വചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, വായിക്കുന്നവരും അത് കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയെങ്കിൽ എത്ര ശപിക്കപ്പെട്ട കുടുംബത്തെയും വ്യക്തിയെയും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാക്കാൻ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാക്കാൻ വചനത്തിന് കഴിയും. അത് വിശ്വസിച്ചവരും അത് അനുഭവിച്ചവരും ദൈവത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ഓർക്കുക, വിശുദ്ധ ബൈബിൾ കയ്യിലെടുക്കുന്നവർ വചനമാകുന്ന കണ്ണാടിയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ ജീവിതം ഭൂമിയിൽ മനോഹരമാക്കപ്പെടും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.